പരിലസിച്ചിടും മധ്യേ 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. പ്രതിദിനം അവനെനിക്കത്തലകറ്റുന്നൊരുത്തമ മണവാളനാ. പ്രതിദിനം അവനെനിക്കത്തലകറ്റുന്നൊരുത്തമ മണവാളനാ. ഉത്തമ മണവാളനാ, ഉത്തമ മണവാളനാ. പരിലസിച്ചിടുന്നവൻ പരമമണ്ഡലങ്ങളിൽ പരിവാര സമന്വിതമായി. പരിലസിച്ചിടുന്നവൻ പരമമണ്ഡലങ്ങളിൽ പരിവാര സമന്വിതമായി. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. വിശുദ്ധിയിൽ അലങ്കാര പുടവ ധരിച്ചുകൊണ്ടു മണവാട്ടി ഒരുങ്ങി നിൽക്കേ. വിശുദ്ധിയിൽ അലങ്കാര പുടവ ധരിച്ചുകൊണ്ടു മണവാട്ടി ഒരുങ്ങി നിൽക്കേ. മണവാട്ടി ഒരുങ്ങി നിൽക്കേ, മണവാട്ടി ഒരുങ്ങി നിൽക്കേ. പരിശുദ്ധ ഗണങ്ങളിൽ നടുവിൽ വെച്ചവൻ എന്നെ വേളി കഴിച്ചിടുവേ. പരിശുദ്ധ ഗണങ്ങളിൽ നടുവിൽ വെച്ചവൻ എന്നെ വേളി കഴിച്ചിടുവേ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. ദൈവത്തിൻ വാദ്യമേളങ്ങളെല്ലാം ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോ. ദൈവത്തിൻ വാദ്യമേളങ്ങളെല്ലാം ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോ. ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോ, ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോ. ആദിയന്തമില്ലാത്ത പരിശുദ്ധ ദൈവമാ മംഗല്യം നടത്തിയിടുമേ. ആദിയന്തമില്ലാത്ത പരിശുദ്ധ ദൈവമാ മംഗല്യം നടത്തിയിടുമേ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. ഇവയോർത്തിട്ടാനന്ദ നൃത്തം ചെയ്യുവാൻ എന്റെ കാലുകൾ കുതിച്ചിടുന്നേ.
പരിലസിച്ചിടും മധ്യേ 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 118 സങ്കീർത്തനം 24 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇന്ന് ദൈവം കരുതിയ ദിവസമാണ്. നമ്മെ അനുഗ്രഹിക്കാൻ കർത്താവ് കണ്ടിരിക്കുന്ന ദിവസമാണ്. നമ്മുടെ കണ്ണീര് തുടച്ചു തരുവാൻ കർത്താവ് കണ്ടിരിക്കുന്ന ദിവസമാണ്. നമ്മുടെ വേദനകൾക്ക് പൊറുതി തരുവാൻ കർത്താവ് കണ്ടിരിക്കുന്ന ദിവസമാണ്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഉള്ളതായ ദുഃഖവിഷയങ്ങൾ, സങ്കട വിഷയങ്ങൾ, ഭാരവിഷയങ്ങൾ, ആവലാധികൾ, നിങ്ങളെ ഞെരുക്കുന്നതായ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പറയാം, ഇപ്പോൾ യഹോവ ഉണ്ടാക്കിയ ദിവസമാണല്ലോ എന്ന്. ദൈവം ഇതെല്ലാം മാറ്റി തരുവാൻ കണ്ടിരിക്കുന്ന ദിവസം, നമ്മുടെ യാതനകൾക്ക് പൊറുതി തരുവാൻ ദൈവം കണ്ടിരിക്കുന്ന ദിവസം, നമ്മിൽ ചിലരുടെ രോഗങ്ങൾ മാറ്റാൻ കർത്താവ് കണ്ടിരിക്കുന്ന ദിവസം, പണത്തിൻ്റെ ഞെരുക്കത്തിൽ കടബാധ്യതയിൽ വലഞ്ഞുപോയ ചിലരുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ തരുന്ന ദിവസം. ദൈവത്തിന് സ്തോത്രം. അനേകം യാതനകളിലും വേദനകളിലുമായി നട്ടം തിരിയുന്ന ജനങ്ങൾക്ക് കർത്താവ് സമാധാനം തരുവാൻ കണ്ടിരിക്കുന്ന ദിവസം. എല്ലാം ഉണ്ട്, ജീവിക്കാൻ മാർഗമുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല വരുമാനമുണ്ട്, നല്ല കുടുംബമുണ്ട്, നല്ല ആഠ്യത്വമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സമാധാനം മാത്രം ഇല്ലാത്ത ആളുകൾക്ക് ഇന്ന് സമാധാനം തരുന്ന ദിവസം, സമാധാനത്തിൻ്റെ ദിവസം. ഈ ദിവസത്തെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. 6-ാം അധ്യായം 2-3 വാക്യങ്ങൾ. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, രക്ഷാദിവസം. യഹോവയുണ്ടാക്കിയ ദിവസം. എന്താണ് രക്ഷ? രക്ഷ, ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചായി പറയുന്നത്. ഭൗതികമായും രക്ഷ നമുക്ക് ആവശ്യമാണ്. കാരണം നാം ഓരോ തരത്തിലുള്ളതായ പ്രതിസന്ധികളെയും ദുർഘടങ്ങളെയും പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിക്കുകയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ, സങ്കീർണമായ ഈ ലോക ജീവിതത്തിൽ, ദുരിതപൂരിതമായ ഈ ലോക ജീവിതത്തിൽ നമുക്ക് സമാധാനം തരുന്ന ദിവസമാണ് ഇന്ന് ദൈവത്തിൻ്റെ വചനം നാം കൈക്കൊള്ളുമ്പോൾ, കർത്താവ് ഇന്നൊരു പുതിയ അനുഭവമാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നത്തക്കവണ്ണം കർത്താവ് നിങ്ങൾ പ്രവർത്തിക്കുന്ന ദിവസമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകര സ്പർശം നിങ്ങൾ ഏൽക്കുന്ന അനുഗ്രഹീതമായ ദിവസമാണ്. ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ദ ഡേ ഓഫ് സാൽവേഷൻ. ഇത് രക്ഷയുടെ ദിവസമാണ്, രക്ഷയുടെ ദിവസം. നമുക്ക് രക്ഷ എന്ന് പറയുമ്പോൾ രോഗത്തിൽ നിന്ന് മോചനം കിട്ടിയാൽ രക്ഷയാണ്, തീർച്ചയാണ്, സംശയമില്ല. ആയുസ് നീട്ടി കിട്ടുന്നു, രക്ഷയാണ്. നമുക്ക് കുടുംബത്തിലെ ക്ലേശങ്ങൾ മാറി കിട്ടുന്നു, രക്ഷയാണ്. കടം മാറി കിട്ടുന്നു, രക്ഷയാണ്. ജപ്തി നോട്ടീസ് എല്ലാം ഒഴിവായി കുടുംബം സമാധാനമായി കഴിയുന്നു, രക്ഷയാണ്. ഇതെല്ലാം രക്ഷയാണ്. എന്നാൽ സാക്ഷാലുള്ള രക്ഷ എന്ന് പറയുന്നത് നിത്യജീവനാണ്, നിത്യജീവൻ. ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതം കഴിഞ്ഞ് നാം ഓരോരുത്തരും അക്കരയ്ക്ക് കടന്നു പോകും, അത് സംശയമില്ല, നിങ്ങൾക്കറിയാം, ഒരു സംശയമില്ല. ഒരു ദിവസം നാം അക്കരയ്ക്ക് പറന്നു പോകും. നമ്മുടെ ഈ ഭൗതിക ശരീരം കിടക്കും, പക്ഷേ ആത്മാവ് അങ്ങ് ദൂരെ അനന്തതയിലേക്ക് പറക്കും, അനന്തതയിലേക്ക്, നിത്യതയിലേക്ക് പറക്കും. ഇവിടെ നമുക്ക് നല്ല വീടുണ്ട്, സൗകര്യമുണ്ട്, ഇവിടെ നമുക്ക് പറമ്പുണ്ട്, അല്ലെങ്കിൽ ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ എല്ലാം വിട്ട് ഒരു ദിവസം നാം അക്കരയ്ക്ക് പറന്നു പോകും, അക്കരയ്ക്ക് പോകും. അത് അനന്തതയാണ്, അതിനന്തമില്ല. ആ അനന്തത എന്ന് പറയുന്ന നിത്യത അത് ഒന്നുണ്ട് എന്ന് അറിയുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്, മനസ്സിലാക്കുന്ന ഒരു അത്ഭുതമാണ്. ഓരോരുത്തരും നമ്മുടെ പൂർവികന്മാർ കടന്നുപോയി, നിത്യതയിലേക്കാണ് കടന്നുപോയത്. അവരുടെ ആത്മാവ് ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ, ഏതെങ്കിലും ഒന്നിലാണ്. നിത്യതയിൽ 1 സ്വർഗം, 2 നരകം. ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്, നിത്യതയിലേക്ക് കടന്നുപോയി. നിത്യതയിലേക്ക് കടന്നു പോകുന്നവരാരാണ്? അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് ക്രിസ്തു എൻ്റെ പാപങ്ങളെല്ലാം പരിഹരിച്ചു എന്നുള്ള ഒരു ബോധ്യത്തോട് കടന്നു പോകുന്നവരാണ് നിത്യതയിലേക്ക് കടന്നു പോകുന്നത്. അവരാണ് നിത്യസ്വർഗം അവകാശമാക്കുന്നത്. എന്നാൽ പള്ളിയിൽ പോകുന്നു, നമസ്കാരം ചൊല്ലുന്നു, പ്രാർത്ഥന ഉരുടുന്നു, നോമ്പ് നോക്കുന്നു, പെരുന്നാൾ ആഘോഷമായി കഴിക്കുന്നു, എല്ലാം ചടങ്ങ് പോലെയെല്ലാം കഴിക്കുന്നു. പക്ഷേ ആന്തരികമായി ജീവനില്ലാത്തവർ,
ക്രിസ്തുവുമായി ഒരു ബന്ധമില്ലാത്തവർ, ക്രിസ്തുവിൻ്റെ ശരണത്തിലല്ലാത്തവർ, അങ്ങനെയുള്ളവർ അവരോ നിത്യ യാതനയിലേക്ക്, നിത്യ നരകത്തിലേക്ക് പോകും. ഇതെല്ലാം കർത്താവ് പറഞ്ഞ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചാൽ കാണാം, ചിലർ നിത്യജീവനിലേക്കും ചിലർ നിത്യനാശത്തിലേക്ക് പോകുന്നുവെന്ന്. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. ഒരു കൂട്ടം ആളുകൾ നിത്യദണ്ഡനത്തിലേക്ക് പോകും. നിത്യമായ ശിക്ഷ, ദണ്ഡനം, സഹിക്കാൻ വയ്യ, ദണ്ഡനം, നിത്യദണ്ഡനം. എന്നാൽ വേറൊരു കൂട്ടം ആളുകൾ നിത്യജീവങ്കിലേക്ക്, നിത്യരക്ഷയിലേക്ക് പോകും. രണ്ടും രണ്ടായിട്ട് പിരിയും. ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും മക്കളും എല്ലാം ഒരുമിച്ച് കഴിയുന്നു. എന്നാൽ കർത്താവായ യേശുവിൻ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും അവിടെ തന്നെ നിൽക്കും, ഈ ഭൂമിയിൽ തന്നെ നിൽക്കും. മരിച്ചുപോയവരെ ആ കല്ലറയിൽ തന്നെ കിടക്കും. എന്നാൽ വിശുദ്ധന്മാർ, വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട്ടിരിക്കുന്ന വിശുദ്ധന്മാർ അവർ പറന്നുയരും. ആ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുത സംഭവം അതാണ്. കർത്താവായ യേശുവിൻ രണ്ടാമത്തെ വരവിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ആ ശബ്ദം കേൾക്കാൻ, ഗംഭീരനാദം കേൾക്കാൻ, പ്രധാനത്തിൻ്റെ ശബ്ദം കേൾക്കാൻ, ദൈവത്തിൻ്റെ കാഹളം കേൾക്കാൻ സാധിക്കണമെങ്കിൽ ഇവിടെ വെച്ച് നാം ക്രിസ്തുവിൻ്റെ ശരണത്തിലായിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പാടുന്നത്, നിൻ ശരണേ മൃതരാം, നിൻ ശരണേ മൃതരാം താത സഹോദരരിൽ ചൊരിയണമേ മോദ പനിനീരന്നാഥ, നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ. നോക്കൂ, നിന്നിൽ ശരണത്താൽ നിദ്രയിലാകണം. ക്രിസ്തുവിൻ്റെ ശരണം, ക്രിസ്തുവിൻ്റെ ആശ്രയം, ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ളതായ ശരണം, ക്രിസ്തു രക്തം കൊണ്ട് നേടുന്നതായ നിത്യജീവൻ്റെ ഉറപ്പ്, അങ്ങനെയുള്ളവർ മാത്രമേ മോദപ്പനി നീരിൻ്റെ സ്വർഗീയ പ്രദേശയിൽ എത്തുകയുള്ളൂ. സന്തോഷത്തിൻ്റെ പ്രദേശയിൽ എത്തണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ക്രിസ്തുവിൻ്റെ ശരണത്തിലായിത്തീരണം. നിൻ ശരണേ മൃതരാം താ സഹോദരർ, അവരിൽ ചൊരിയണമേ മോദപ്പനി നീരന്നാഥ. അവരിലാണ് സന്തോഷത്തിന് പനിനീര് തെളിക്കുന്നത്. സ്വർഗീയ സന്തോഷത്തിൻ്റെ, സ്വർഗീയ ഉദ്യാനത്തിലെ, സ്വർഗീയ പ്രതീസായിലെ ആ സന്തോഷത്തിൽ പങ്കുവരാകുന്നത് അവർ മാത്രമാണ്. മറ്റുള്ളവരോ അവർ ഉപേക്ഷിക്കപ്പെടും. അതാണ് ശരണത്തായ നിൻ കൃപയിൽ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസരനിൻ ജീവസ്വരമതുണർത്തണമേ കബറിനുദ്യാനത്തിനായി. നിൻ കൃപയിൽ ശരണത്താലേ നിദ്രടഞ്ഞവരെ, ഞങ്ങളുടെ പൂർവികന്മാരെ, കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് ഇന്ന് ചേർക്കണമേ, സ്വർഗീയ പ്രതീസായിലേക്ക് ചേർക്കണമേ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞ ഒരു ദാസരെ നിൻ ജീവസ്വരം അത് ഉണർത്തണമേ. കവറിൽ നിന്ന് നിന്റെ സ്വർഗീയ സ്വരം അവർ ഉണർത്തിക്കൊണ്ട് വരണമേ. ശരണത്തിൽ കടന്നു പോയി സഭ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഈ ദൈവികമല്ലാത്തതായ വഴിയിൽ കൂടി നടക്കുന്നവർക്ക് വേണ്ടി ഒന്നും സഭ പ്രാർത്ഥിക്കുന്നില്ല. പള്ളിയിൽ വരുന്ന ധാരാളം കാണും, ക്രിസ്ത്യാനികൾ എന്ന പേരിലുള്ള ധാരാളം കാണും. നമ്മുടെ SSLC ബുക്കിൽ എന്താ റിലിജിയൻ, മതം ഏതാണ്? ക്രിസ്ത്യാനിറ്റി. അതിൽ ഭൂഭാഗം ഏതാണ്? ഒന്നുകിൽ എന്തെങ്കിലും കാത്തലിക്, അല്ലെങ്കിൽ ജാക്കബൈറ്റ്, അല്ലെങ്കിൽ ഓർത്തഡോക്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ അവിടെ കിടക്കും, റെക്കോർഡിൽ കിടക്കും. പക്ഷേ നിത്യതയിൽ ആ പേര് കാണുകയില്ല. യേശുക്രിസ്തുവിൻ്റെ ശരണത്തിൽ നാം എന്നായെങ്കിൽ മാത്രമേ ഈ സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ കാലം കഴിക്കുന്ന കാലം സ്വർഗീയ മഹത്വത്തിൻ്റെ അവകാശികളായി തീരണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആ മഹത്വം ഇവിടെ വെച്ച് അനുഭവിക്കണം, ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കണം. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരണം. നിങ്ങൾക്ക് തോന്നുന്നു അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. യേശുക്രിസ്തു സ്വഭാവത്തോട് അനുരൂപരായി തീരുന്ന അനേകം വിശുദ്ധന്മാരുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അത് യാക്കോബായ സഭയിൽ അങ്ങനെയുള്ളവർ കാണുമായിരിക്കും. എനിക്കറിയാൻ പാടില്ല, കാരണം എനിക്ക് ആരൊക്കെ അറിയാൻ പാടില്ലല്ലോ. ഓർത്തഡോക്സ് സഭയിൽ അങ്ങനെയുള്ളവർ കാണുമായിരിക്കും, കത്തോലിക്ക സഭയിൽ അങ്ങനെയുള്ളവർ കാണുമായിരിക്കും, പെന്തക്കോസ്ത് സഭയിൽ അങ്ങനെയുള്ളവർ കാണുമായിരിക്കും. ഞാൻ കാണുന്നത് അതിനെ ആരുണ്ട് ഇല്ല എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. എല്ലാ സഭകളിലും ഇന്ന് കാണുന്ന പുറമേയുള്ള സമുദായങ്ങൾ എല്ലാറ്റിലും ചില വിശുദ്ധന്മാർ കാണും. സമുദായങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത് സഭ മാറണ്ട, സമുദായം മാറണ്ട എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം സഭകളൊന്നും തെറ്റല്ല, സഭകളുടെ ഉപദേശം ശരിയാണ്, സത്യമായി. ഏത് സഭയാണെങ്കിലും സഭയുടെ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള ഉപദേശമാണോ അത് മുഴുവൻ സത്യം. അതുകൊണ്ടാണ് ഞാൻ എല്ലാ സഭകളെയും മാനിക്കുന്നത്, എല്ലാ സഭകളെയും ആദരിക്കുന്നത്, എല്ലാ സഭകളെയും ഞാൻ വളരെ ബഹുമാനിക്കുന്നു. അതിൽ പ്രവർത്തിക്കുന്നവരെയും അതിലെ ചുമതലപ്പെട്ടവരെയും എല്ലാം ഞാൻ വളരെ ആദരവോടെ ഞാൻ കാണുന്നു. കാരണം അവരെല്ലാം സഭ അതിൽ തന്നെ നല്ലതാണ്, അതിൽ തന്നെ ശുദ്ധമാണ്.
സഭ ഏകമാണ്, സഭ വിശുദ്ധമാണ് സഭ. പക്ഷേ സഭ എന്ന് പറയുന്നത് ഏതാണ്? ക്രിസ്തുവിൻ്റെ സഭ. ക്രിസ്തു സഭ എന്ന് പറയുന്നതാണ് മണവാട്ടി സഭ. മണവാട്ടി സഭ, യേശു ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയും. സീനായി മലയിൽ നിന്ന് അരുളപ്പാട് കിട്ടി മോശ ജനത്തെ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. സീനായി മലയിൽ നിന്നുള്ള അരുളപ്പാട് കിട്ടി ദൈവത്തിൻ്റെ കരുണ ആ ജനത്തെ നയിച്ച് കൊണ്ടുപോവുകയായിരുന്നു. എന്നതുപോലെ ഇന്നും ഈ ഭൂമിയിൽ അനേകം പേരെ കർത്താവ് നയിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ പലരും ഇതൊന്നും സത്യം മനസ്സിലാക്കുന്നില്ല. പലരും ഇതിൻ്റെ അർത്ഥം എന്താണെന്നോ, പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്നോ, ഗീതങ്ങളുടെ അർത്ഥം എന്താണെന്നോ, ശുശ്രൂഷകളുടെ അർത്ഥം എന്താണെന്നോ, നമ്മുടെ കൂദാശകളുടെ അർത്ഥം എന്താണെന്നോ പലർക്കും അറിഞ്ഞുകൂടാ. ഇന്ന് വാസ്തവത്തിൽ ഇതുപോലെ ഈ ഒരു മൂഢ വിശ്വാസത്തിൽ അനേകർ പോവുകയാണ്. മരിക്കാൻ കിടക്കുമ്പോൾ ഒന്ന് സഹിത്ത് പൂശി, അത് കഴിഞ്ഞ് പറ്റുമെങ്കിൽ പള്ളിയിൽ നിന്ന് അച്ഛൻ വന്ന് കുർബാന കൊടുത്തു, കൊള്ളാം, വളരെ നല്ലത്. മരിക്കാൻ നേരത്ത് വിശ്വാസപ്രമാണം ചൊല്ലി മരിക്കുന്നു. പിന്നെ അതിൻ്റെ 40 ദിവസം പറ്റുമെങ്കിൽ പള്ളിയിൽ അച്ഛന് സൗകര്യം ഉണ്ടെങ്കിൽ 40 അല്ലെങ്കിൽ 3 ദിവസം എത്രയെങ്കിലും ആകട്ടെ കുർബാന ചൊല്ലുന്നു. കുർബാന മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന ചൊല്ലുന്നു. ഇതുകൊണ്ടൊക്കെ കടന്നു പോകാമെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ എത്താമെന്നാണ് ധരിച്ചിരിക്കുന്നത്. വെറും മണ്ടത്തരം. അതുകൊണ്ടൊന്നും ആരും സ്വർഗത്തിൽ പോവുകയില്ല. അത് ഇവിടെ വെച്ച് ഈ ക്രിസ്തുവിൻ്റെ കൃപയനുസരണത്തിൽ ആയിത്തീർന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. ഇവിടെ വെച്ചാകണം, ഇവിടെ വെച്ച് തന്നെ അത് നമുക്ക് സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ സ്വന്തം കർത്താവിനിഷ്ടമായി സ്വീകരിച്ച് ഹൃദയത്തിലേക്ക് ക്രിസ്തുവിനെ നിങ്ങൾ വിളിക്കണം. കർത്താവേ, നീ അവിടെ നിന്ന് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു. 3 ആണികളിൽ അവിടെ നിന്ന് തൂങ്ങിക്കിടന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി അവിടെ നിന്ന് പീഡയേറ്റ് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിൻ്റെ തിരുരക്തത്താൽ എൻ്റെ പാപങ്ങളെല്ലാം പരിഹരിച്ചു തരണമേ. കർത്താവേ, നിത്യരക്ഷ എനിക്ക് തരണമേ, നിത്യജീവൻ എനിക്ക് തരണമേ. എൻ്റെ പാപങ്ങളെല്ലാം പരിഹരിച്ച് എനിക്ക് സമാധാനം തരണമേ കർത്താവേ. നിത്യജീവനിലേക്കുള്ളതായ ഉറപ്പും ധൈര്യവും എനിക്ക് തരണമേ കർത്താവേ എന്നിവിടെ വെച്ച് പ്രാർത്ഥിച്ച് ക്രിസ്തുവിനായി നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കണം. ഈ ജീവിതം ക്രിസ്തുവിനായി വിട്ടുകൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അറിയാമല്ലോ, നാം കുർബാന അനുഭവിക്കുന്നു. എല്ലാം സത്യമാണും ശരിയാണ്. കുർബാന അനുഭവിക്കുന്നു. എന്താണ്? കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? നാം ഒന്ന് പോയി ഇന്ന് അച്ഛൻ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചു, ഹുസോയോ ഒന്നു, പിന്നെ നാം കുർബാന കൊണ്ടുപോകും. എന്താണ് അതിൻ്റെ അർത്ഥം? കുർബാന കൊണ്ടാൽ പ്രജാതികൾ മിണ്ടാൻ പാടില്ല, മറ്റെല്ലാം ഒരു കുഴപ്പമില്ല. ആ ഒരു ദിവസം മിണ്ടരുതെന്നാണ്. നോക്കൂ, ഇങ്ങനെയെല്ലാമുള്ള മൂഢധാരണയിൽ കഴിഞ്ഞിരുന്നു, ഞാനും കഴിഞ്ഞിരുന്നു. എന്നാൽ വാസ്തവത്തിൽ എന്താ നടക്കുന്നത്? കർത്താവായ യേശുവിൻ്റെ ശരീരം നമ്മുടെ ശരീരത്തിൻ്റെ അംശമായി മാറുകയാണ്. കർത്താവായ യേശുവിൻ്റെ തിരുരക്തം നമ്മുടെ രക്തത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. അപ്പോൾ അങ്ങനെ നാം കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവുമായി നാം രൂപാന്തരപ്പെടുകയാണ്. അങ്ങനെ വരുന്നുണ്ടോ? ഇന്ന് പള്ളിയിൽ കുർബാന കൊണ്ടിട്ട് വരുന്നവർക്ക് അങ്ങനെ മാറ്റം വരുന്നുണ്ടോ? ഇല്ലല്ലോ. എന്താ കാരണം? ഇതൊന്നും പഠിപ്പിക്കാനുള്ള സംവിധാനമില്ല. ഇന്ന് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ഇതൊന്നും പറഞ്ഞു കൊടുക്കാനുള്ളതായ സംവിധാനവുമില്ല, അറിയാവുന്നവരുമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അനേകരും രക്ഷ എന്താ എന്ന് കാണാതെ, രക്ഷ എന്താ എന്ന് മനസ്സിലാക്കാതെ ചില ചടങ്ങുകൾ ആചരിച്ച് ആ അനുഷ്ഠാനങ്ങൾ കൂടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അന്ധതയിൽ കഴിയുന്ന ഒരു കൂട്ടം ജനമാണ് ഇന്ന് വാസ്തവത്തിൽ ക്രിസ്തീയ സമൂഹത്തിൽ കാണാനുള്ളത്. ഈ അന്ധത മാറണം, വെളിച്ചം കിട്ടണം, പ്രകാശം വരണം. എന്ത്? യേശുക്രിസ്തുവത്ത് വരണം. യേശുക്രിസ്തുവിൻ്റെ ശരീരം എൻ്റെ ശരീരത്തിൽ കലരുന്നു, യേശുവിൻ്റെ രക്തം എൻ്റെ രക്തത്തിൽ കലരുന്നു. ഇനി ഞാൻ യേശുവിൻ്റെ വകയാണ്. ഈ കൈ കൊണ്ട് ഇനി അരുതാത്തത് ചെയ്യാൻ പാടില്ല, ഈ കൈ കൊണ്ട് അരുതാത്തത് എഴുതാൻ പാടില്ല, ഈ കണ്ണുകൊണ്ട് അരുതാത്തത് കാണാൻ പാടില്ല, അരുതാത്തത് കാണാൻ ആഗ്രഹിക്കാൻ പാടില്ല, എൻ്റെ നാവ് കൊണ്ട് അരുതാത്തത് പറയാൻ പാടില്ല, ചീത്ത വാക്കുകൾ പറയാൻ പാടില്ല, ഈ നാവ് കൊണ്ട് അരുതാത്തത് ഒന്നും മിണ്ടാൻ പാടില്ല. തന്നെയല്ല, ശാപിക്കാൻ പാടില്ല, പിരാകാൻ പാടില്ല, ആരെയും വിമർശിക്കാൻ പാടില്ല, ആരെയും ദുഷിക്കാൻ പാടില്ല. ഈ നാവ് യേശുവിൻ്റെ നാവായി മാറി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഈ ഒരു റിയലൈസേഷൻ, ഈ ഒരു അനുഭവമാണ് വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരാണ് ശരണത്താലെ കൃപയിൽ, കർത്താവിൻ്റെ കൃപയിൽ ശരണമടയുന്നത്. ഇന്ന് ഈ ക്രിസ്തുവിലേക്കുള്ള ശരണം കിട്ടുന്ന ദിവസമാണ്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് സന്തോഷിച്ചാൽ ക്രിസ്തുവിലേക്കുള്ള ശരണം, ക്രിസ്തുവിലേക്ക് നമ്മുടെ ജീവിതം അങ്ങ് ഏൽപ്പിച്ചു കൊടുത്ത് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ അധിനായകനായി തീരുന്ന ദിവസമാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ഉടയവനായി തീരുന്ന ദിവസമാണ്. വേണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങളെ തേടി വന്നിട്ടുണ്ട്, നിങ്ങൾ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേര് ക്രിസ്തുവിനറിയാം, നിങ്ങളുടെ വീട് എവിടെയാണെന്നറിയാം, നിങ്ങളുടെ പശ്ചാത്തലം എല്ലാം കർത്താവിനറിയാം. ഇതെല്ലാം അറിയാവുന്നത് ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. എല്ലാം അറിയാം. നമ്മുടെ അകവും പുറവും ക്രിസ്തുവിനറിയാം. നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടിനാര് താഴെ വീണാൽ പിതാവ് ദൈവം അറിയും. ദൈവം അറിയാതെ ഒരു മുടിനാര് പോലും താഴെ വീഴുകയില്ല. തലമുടിനാരുകളെല്ലാം എണ്ണിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തു ഉണ്ട്, നമ്മെ കാണുന്ന ക്രിസ്തു ഉണ്ട്. ആ ക്രിസ്തു നമ്മിൽ പ്രസാദിക്കണം, യേശു ക്രിസ്തു പ്രസാദിക്കണം. ഈ കാര്യമാണ് കൂട്ടായ്മകൾ പറയുന്നത്. അല്ലാതെ നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് വേറെ വിശേഷമൊന്നുമില്ല. നമ്മുടെ ഈ ക്രിസ്ത്യൻ റോയൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നതിന് മറ്റ് പ്രത്യേകതയൊന്നുമില്ല. ഈ ഒരു പരമസത്യം ജനത്തെ അറിയിക്കുന്നു മാത്രം. അതിനുള്ളൊരു സംവിധാനമാണ് ഈ കൂട്ടായ്മ, അത്രയേ ഉള്ളൂ.
കൂട്ടായ്മ അതിൽ തന്നെ അതിൻ്റെ ലാക്കല്ല, അതിൻ്റെ ലക്ഷ്യമല്ല. കൂട്ടായ്മ അതിൻ്റെ മീൻസാണ്, അതിൻ്റെ വഴിയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ? കൂട്ടായ്മ ക്രിസ്തുവിലേക്ക് നയിക്കാൻ വേണ്ടി വചനം തരുന്നതായ ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ. കൂട്ടായ്മയല്ല രക്ഷ തരുന്നത്. രക്ഷ തരുന്നത് ക്രിസ്തുവാണ്. ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മയിൽ നിരന്തരം വന്നാലും രക്ഷ കിട്ടുകയില്ല, ക്രിസ്തു ഇല്ലെങ്കിൽ, ക്രിസ്തുവിനെ കിട്ടിയില്ലെങ്കിൽ. അതുകൊണ്ട് പക്ഷേ കൂട്ടായ്മയിൽ വന്നാൽ ക്രിസ്തുവിനെ കേൾക്കാൻ പറ്റും, നല്ലതാണ്. എന്നല്ലാതെ അത് അനുഭവിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. നാം ഓരോരുത്തരും അനുഭവിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ, നിങ്ങൾ ഇന്ന് ഈ രക്ഷാ ദിവസം നിങ്ങൾ സ്വന്തമാക്കണം, അനുഭവമാക്കണം. കർത്താവേ, ഞാൻ ശിക്ഷയ്ക്ക് അർഹനാണ്. നിങ്ങൾ പറയണം, കർത്താവേ, ഞാൻ കഠിനമായ ശിക്ഷയ്ക്ക് അർഹനാണ്, നരകത്തിന് യോഗ്യനാണ്. കർത്താവേ, പിശാച് എന്നെ ചങ്ങലയിട്ട്, എൻ്റെ പാപത്തിന് ചങ്ങല കൊണ്ട് എന്നെ വലിഞ്ഞു മുറുക്കി അവൻ നരകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു. കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുന്നതിന് കാരണം കർത്താവ് ഞാൻ പിശാചിൻ്റെ അടിമയായതുകൊണ്ടാണ്. എൻ്റെ കർത്താവെ, ഭാര്യയും ഭർത്താവും പിണങ്ങുന്നതിന് കാരണം അകത്ത് പിശാച് വാഴുന്നു എന്നുള്ളതാണ്. എൻ്റെ കർത്താവെ, വൈവാഹിക ജീവിതത്തിലെ സമാധാനമില്ലാത്തതിന് കാരണം, എൻ്റെ കുടുംബത്തിലെ സമാധാനമില്ലാത്തതിന് കാരണം കർത്താവെ, പിശാച് എന്നെ വലിച്ചുകൊണ്ട് പോകുന്നുള്ളതാണ്, നരകത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. എൻ്റെ കർത്താവെ, കെടുതികൾ വരുന്നതിന് കാരണം, നാശം വരുന്നതിന് കാരണം, രോഗം വരുന്നതിന് കാരണം, കർത്താവെ, അത്യാഹിതം വരുന്നതിന് കാരണം, ആക്സിഡൻറ്റ് വരുന്നതിന് കാരണം എല്ലാം പിശാചാണ്. കർത്താവെ, പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തിയുണ്ട്. ആ ദുഷ്ടനായ പിശാച് എൻ്റെ കർത്താവെ എന്നെയും പിടികൂടിയിരിക്കുകയായിരുന്നല്ലോ. കർത്താവെ, ഞാൻ ഇന്ന് ഈ സാത്താനോട് യാത്ര പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ സാത്താനോട് യാത്ര പറയുന്നു. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. ഇന്ന് ഞാൻ സാത്താനോട് യാത്ര പറയുന്നു. പിശാചിനോട്, ഒരു സൈന്യത്തോട് ഞാൻ യാത്ര പറയുന്നു. ഇല്ല, മേലിൽ പിശാചിനൊത്ത് ഒന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല, ഒരു പാവവും വരികയില്ല. ഒരു വാക്കിൽ പോലും അല്ല, ഒരു ചെറിയ പ്രവൃത്തിയിൽ പോലും, ചെറിയ നോട്ടത്തിൽ പോലും, ഒരു ചെറിയ കേൾവിയിൽ പോലും ഇല്ല. കർത്താവെ, പാവം വരികയില്ല. അങ്ങനെ ദൈവത്തിന് വേണ്ടി നമ്മൾ തന്നെ സമർപ്പിക്കുമ്പോൾ രക്ഷ നമ്മിലേക്ക് കടന്നു വരും. രക്ഷകൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. രക്ഷകൻ ഹൃദയത്തിലേക്ക് വരിക, യേശുക്രിസ്തു ഹൃദയത്തിലേക്ക് വരിക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അത് ഇന്ന ദിവസം ഇന്ന സമയത്ത് രക്ഷകൻ വന്നതെന്ന് എല്ലാവർക്കും പറയണം പറ്റിയെന്ന് വരികയില്ല. ചിലർക്ക് ഒരു പക്ഷേ പല നാളുകൾക്ക് വചനം കേട്ടായിരിക്കും വരുന്നത്. ചിലർക്ക് ഒരു ദിവസം വചനം കേൾക്കുമ്പോൾ തന്നെ ആ രക്ഷയുടെ അനുഭവം അപ്പോൾ തന്നെ അനുഭവമായി തീരും. എനിക്ക് എൻ്റെ 17-ാമത്തെ വയസ്സിൽ ഞാൻ പള്ളിയിൽ ഒരു വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്ന് അത്ഭുതകരമായിട്ട് ഒരു ദേവദാസനോട് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പള്ളിയിൽ ഒരു രാത്രി, പള്ളി ഞായറാഴ്ചയല്ല, വേറെ ദിവസം ഒരു സുവിശേഷം കൊണ്ട് വരുന്നുണ്ട് എന്ന് എൻ്റെ കൊച്ചപ്പനാണ് അന്നത്തെ അച്ഛൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഞാനും അമ്മയും പെങ്ങളും ഞങ്ങൾ 3 പേരും പേരെ കൂട്ടിയിട്ട് പ്രസംഗം കേൾക്കാനായി പോയി. ആദ്യം ഞാൻ അലസനായിട്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ഇതൊക്കെ പാവികൾക്ക് വേണ്ടിയുള്ളതല്ലേ, എനിക്ക് വേറെ പാവമൊന്നും ഇല്ലല്ലോ. കാരണം എനിക്ക് അതുവരെ പ്രത്യേകമായ ഒരു പാവം എന്ന് പറയത്തക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ നോട്ടത്തിൽ പാവം എന്ന് പറയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ പാവം ഉണ്ടായിരുന്നു. ഹൃദയത്തിൽ ഒരു കോപസ്വഭാവം, കലശലായ കോപം ഉണ്ടായിരുന്നു, ശാഠ്യം ഉണ്ടായിരുന്നു, ദുർവാശി ഉണ്ടായിരുന്നു, അതുപോലെ അഴുക്കായ ചിന്തകളുണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പുറമേ പാവമൊന്നും വന്നിട്ടില്ല. ഞാൻ സിനിമ കണ്ടിട്ടില്ല, ഒരു ചീത്ത വഴിക്ക് പോയിട്ടില്ല, അരുതാത്ത കൂട്ടുകെട്ടിന് പോയിട്ടില്ല, അരുതാത്ത ശീലങ്ങളൊന്നും പഠിച്ചില്ല, പുക വലിച്ചില്ല, മദ്യപിച്ചില്ല. ഒരു ദൈവം കൃപ ചെയ്ത് പ്രകടമായ പാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സംതൃപ്തനും സമ്പന്നമായിട്ടിരിക്കുകയാണ്, ആത്മീയമായ സമ്പന്നൻ ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രസംഗിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഉടക്കി. അദ്ദേഹം പറഞ്ഞു, ഈ പള്ളിയിൽ ഇപ്പോൾ ഇരിക്കുന്നവർ ചിലർ പുറമേ പാവമൊന്നുമില്ല, പക്ഷേ അകത്ത് പാവമുണ്ട്, പിശാചുണ്ട്, പിശാച് വസിക്കുന്നവരാണ്, അവരുടെ ആത്മാവ് മരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അത് എന്നെ ചിന്തിപ്പിച്ചു. ഞാൻ ഞെട്ടലോടെ അതിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ലാസറയെ പുറത്തു വരിക എന്ന് കർത്താവ് കൽപ്പിക്കുന്നു. മരിച്ചിരിക്കുന്നവരുടെ കർത്താവ് പറയുന്നു പുറത്തു വരിക എന്ന്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു പറഞ്ഞു. ആ നിമിഷം എൻ്റെ ഹൃദയം പൊട്ടിത്തകർന്നു. ഞാൻ ഏങ്ങിലടിച്ച് കരയാൻ തുടങ്ങി. അന്ന് ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് കർത്താവ് പറഞ്ഞു, കർത്താവേ, ഇനി മുതൽ ഞാൻ നിൻ്റെ വകയാണ്. ഇത്രയും കാലം ഞാൻ എൻ്റെ സ്വന്തം നീതിയിൽ, സ്വന്തം ഭക്തിയിലൊക്കെ ആശ്രയിച്ചു നിന്നോണം കർത്താവ്. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ സ്വന്തം ഭക്തി എന്നെ രക്ഷിക്കുകയില്ല, എൻ്റെ സ്വന്തം നീതി എന്നെ രക്ഷിക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ കർത്താവ് യേശു ഇല്ലെങ്കിൽ ജീവിതം പൂജ്യമാണ്. എൻ്റെ അകത്ത് ചീത്ത ചിന്തകളുണ്ട്, മലിനമായ വികാരങ്ങളുണ്ട്, മ്ലേച്ഛമായ മോഹങ്ങളുണ്ട്. കർത്താവെ, ചിലരോട് വിരോധമുണ്ട്, ചിലരോട് ഇഷ്ടക്കുറവുണ്ട്, ചിലരോട് നല്ല നീരസവുമുണ്ട്. എൻ്റെ കർത്താവെ, ഞാൻ ആരോട് പ്രതിദാനം ചെയ്യാൻ പോയിട്ടില്ല, കാരണം എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട്. കർത്താവെ, എന്നാൽ ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ ചിലരുടെ എനിക്ക് നല്ല വെറുപ്പുണ്ട്, ചിലരുടെ ഞാൻ പുച്ഛിക്കുന്ന സ്വഭാവമുണ്ട്. കർത്താവെ, തെറ്റുകൾ ഏറെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അന്ന് രാത്രി എൻ്റെ ജീവിതം ഞാൻ യേശുക്രിസ്തുവിന് കൈമാറി. അന്ന് അത് 17-ാമത്തെ വയസ്സിലാണ്. അതൊരു ഒരു ചെറിയ സംഭവം മാത്രമാണ്. പക്ഷേ അതിനെ തുടർന്നാണ് പിന്നീട് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോഴും എല്ലാം ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഹൃദയം ഉണർന്നുകൊണ്ടിരുന്നു. ഒന്നിനൊന്ന് കർത്താവ് കൃപയാൽ വചനത്തിൽ കൂടി എന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരുന്നു. നിങ്ങൾക്കും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ രക്ഷ നിങ്ങൾ സ്വന്തമാക്കാം. രക്ഷകന് നിങ്ങൾക്ക് കൈവശം നിങ്ങൾക്ക് ലഭിക്കുന്ന ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കാം. പ്രയാസമില്ല. ഒറ്റയ്ക്ക് കാര്യം മതി, കർത്താവേ, ഞാൻ പാവിയായ ഒരു മനുഷ്യൻ,
വേറൊന്നും പറയണ്ട. നിങ്ങൾ ആകെ ഇത്രയും പറഞ്ഞാൽ മതി, കർത്താവേ എൻ്റെ പുറം മാത്രമല്ല എൻ്റെ അകവും പാവം നിറഞ്ഞിരിക്കുന്നു, അകവും പുറവും പാവം നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, പുറത്ത് പ്രകടമായ പാവം ഇല്ലാത്തപ്പോഴും അകത്ത് പാവമുണ്ട്. കർത്താവേ, അകത്ത് പാവമുണ്ട്, ഞാൻ പാവിയായ ഒരു മനുഷ്യൻ. ഈ കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സമ്മതിച്ച് കർത്താവ് നിങ്ങൾ പറയുമ്പോൾ, അപ്പോൾ കർത്താവ് വന്ന് നിങ്ങളുടെ പാവക്കറകളെല്ലാം കഴിമാറ്റുകയും നിങ്ങളെ ആത്മാവിൽ ജീവിപ്പിക്കുകയും ചെയ്യും. ആത്മാവ് മരിച്ചിരിക്കുന്നു. പാവമുള്ളപ്പോൾ ആത്മാവ് മരിച്ചിരിക്കുന്നു. മരിച്ച ആത്മാവിന് ജീവനാണ് വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. മരിച്ച ഒരാളുടെ വായിലോട്ട് പാൽ കൊടുത്ത് ഒഴിച്ചാൽ വല്ല പ്രയോജനമുണ്ടോ? ഇല്ലല്ലോ. മരിച്ചയാളുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും കുത്തിവെച്ചാൽ പ്രയോജനമുണ്ടോ? ഇഞ്ചക്ട് ചെയ്ത പ്രയോജനമില്ല. മരിച്ചയാളുടെ വായിലേക്ക് ഒരു ഗുളിക ഒഴിച്ചു കൊടുത്താൽ പ്രയോജനമുണ്ടോ? ഇല്ല. മരിച്ചയാളുടെ വായിലേക്ക് ഇത്തിരി ട്രോണിക്കുകൾ എന്തെങ്കിലും കൊടുത്താൽ പ്രയോജനമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ആൾ മരിച്ചുപോയി. എന്നാൽ ആൾക്ക് ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം പ്രയോജനം. ഏതാണ്? പിന്നെ പ്രാർത്ഥനകൾ പ്രയോജനമാണ്, വേദപുസ്തക വായന പ്രയോജനമാണ്, ആൾക്ക് വചനം കേൾക്കുന്ന പ്രയോജനമാണ്, ആൾക്ക് ഈ ലോക ജീവിതത്തിലെ എല്ലാ കർമ്മപരിപാടികളെല്ലാം പ്രയോജനമാണ്. കർമ്മപരിപാടികൾ അതിൽ തെറ്റില്ല. പക്ഷേ അത് മരിച്ച ശരീരത്തിലേക്ക് ചെയ്യുന്ന വെള്ളപൂശലുകളാണ്, അതിലേക്ക് സുഗന്ധലേപനങ്ങളാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മാവ് മരിച്ചു കിടക്കുന്നു. ഡെഡാണ് ആത്മാവ്, മരിച്ചു കിടക്കുന്നു. ഇത് നാം അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് വേണമെന്നൊരു രക്ഷ വേണമെന്ന് മനസ്സിലാകുന്നത്. എനിക്ക് രക്ഷ വേണം. ആത്മാവ് മരിച്ചിരിക്കുന്നു, ഇന്ന് ഞാൻ കടന്നുപോയാൽ നിത്യ അന്ധകാരത്തിലേക്ക് പോകും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. എൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ കടന്നുപോയാൽ ഞാൻ നിത്യമായ അന്ധകാരത്തിലേക്ക് പോകും, യാതന സ്ഥലത്തേക്ക് പോകും. ഒരിക്കലും തിരിച്ചു വരാത്ത അനന്തമായ യാതനയിലേക്ക്, ഭീകരമായ നരക ദുരിതത്തിലേക്ക് ഞാൻ പോകും. കർത്താവേ, അതുകൊണ്ട് ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം വന്ന് നിങ്ങൾ കഴുകും. ഇന്ന് രക്ഷാദിവസമായി നിങ്ങൾക്ക് അനുഭവമായി തീരും. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. മക്കളെല്ലാം എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ വചനം തൊട്ടതിനായി നന്ദിയോടെ സ്തോത്രം. അത് അവിടുത്തെ ആടിപ്പാടുള്ള കരയും മക്കളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവെ, യേശുവിനെയും വഹിച്ചു കൊണ്ടുപോകുന്ന മക്കൾക്ക് അനുഗ്രഹം നിറപടിയായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ, ശാപദോഷങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. കർത്താവെ, തലമുറകളായുള്ള ശാപങ്ങളെല്ലാം മാറ്റി അനുഗ്രഹിക്കണമേ. എല്ലാവരെയും സ്വർഗ്ഗരാജ്യത്തിന് യോഗ്യരാക്കി തീർക്കണമേ. രണ്ടാമത്തെ നിന്നെ എതിരേൽക്കുന്ന വിശുദ്ധന്മാരുടെ നിലയിൽ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.